ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് ദീപ ടി.കെ. ബജറ്റ് അവതരണം നടത്തി. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയുടെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ദീപ ടി.കെ. അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പക്ഷഭേദമന്യേ എത്തിക്കുവാൻ ശ്രമിച്ചു വരുന്നു. ഇതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ജനപ്രതിനിധികളോടും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെയും ഇതര ഡിപ്പാർട്ട്മെന്റിലെയും നിർവഹണ ഉദ്യോഗസ്ഥരോടും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളോടുമുള്ള കൃതജ്ഞത ഈ വേളയിൽ അറിയിക്കുന്നു. എല്ലാ ഘടക സ്ഥാപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പദ്ധതി പ്രവർത്തനങ്ങൾ വേഗതയോടെ പൂർത്തീകരിക്കുന്നു സാധിക്കുന്നു എന്നത് ഒരു വസ്തുതയും അഭിമാനവുമാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ യഥാസമയങ്ങളിൽ മാധ്യമങ്ങളുടെ ജനങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്ന ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരോടുള്ള കൃതജ്ഞത ഈ വേളയിൽ അറിയിക്കുന്നു. ലൈഫ് PMAY ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകിക്കൊണ്ട് 10.00 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ മൊബൈൽ വെറ്റിനറി ക്ലിനിക് ഉൾപ്പെടെയുള്ള മൃഗസംരക്ഷണ മേഖലയിൽ പാൽ ഉൽപാദന വർധനവ് ലക്ഷ്യമാക്കി നൂതന പദ്ധതിയും കൃഷി, ക്ഷീരവികസനം, വ്യവസായം ഉൾപ്പെടെയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി 1.60 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കാവുകളുടെയും കളങ്ങളുടെയും പൊതുസ്ഥലങ്ങളുടെയും പുനരുജ്ജീവനം ലക്ഷ്യമാക്കിക്കൊണ്ട് പുനർജനി എന്ന പദ്ധതിയും ഈ വർഷം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. പ്രകൃതി സംരക്ഷണത്തിനും കാർഷിക ഉൽപാദനത്തിനും വർധനവിനും വേണ്ടി കാർബൺ ന്യൂട്രൽ ബ്ലോക്ക് എന്ന പേരിൽ പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായുള്ള പദ്ധതിയും ഡയാലിസിസ് സെന്റർ പ്രവർത്തനങ്ങൾക്കായും തുക നീക്കിവച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി സേവന മേഖലയ്ക്കായി 5.12 കോടി രൂപയും പശ്ചാത്തല മേഖലയ്ക്കായി 2.05 കോടി രൂപയും വിവിധങ്ങളായ പദ്ധതികൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പാറക്കോൽ രാജൻ, ചിത്രലേഖ KP, ജെസി ചാക്കോ, മെമ്പർ ഭാസ്കരൻ AV, സുനിൽ കുമാർ K, ഹെഡ് അക്കൗണ്ടന്റ് അനീഷ് T എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.